മാഫിയ തലവന്റെ സംഘം ജാക്കിനെയും അന്നയെയും കട്ടിയുള്ള യാച്ച് കയറുകൾ കൊണ്ട് ബന്ധിക്കുകയും ഒരു അതിവേഗ യാച്ചിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തൊട്ടുപിന്നാലെ ആ വാഹനം കുതിച്ചുപാഞ്ഞപ്പോൾ അവരെയും വെള്ളത്തിലേക്ക് വലിച്ചിഴച്ചു. സമുദ്രത്തിലൂടെ വലിച്ചിഴക്കപ്പെടുമ്പോൾ ജാക്ക് അന്നയോട് ചേർന്നു നിന്നുകൊണ്ട് ശക്തമായ അടിയൊഴുക്കുകളെ മറികടക്കാൻ അവളെ സഹായിച്ചു. വെള്ളത്തിനടിയിലെ ഭൂപ്രകൃതി വളരെ പരുക്കനായതുകൊണ്ട് ഓരോ നിമിഷവും വലിയൊരു വെല്ലുവിളിയായിരുന്നു. പെട്ടെന്ന് തന്നെ വെള്ളത്തിലെ ഈ അസ്വാഭാവികമായ ചലനം കണ്ട് ഒരു കൂട്ടം സ്രാവുകൾ അവിടേക്കെത്തി. സ്രാവുകൾ ആ ഭാഗം വലം വെക്കാൻ തുടങ്ങിയതോടെ സാഹചര്യം കൂടുതൽ വഷളായി. ജാക്ക് പരിഭ്രമിക്കാതെ വളരെ ശ്രദ്ധയോടെ അന്നയെ അവയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി. ഉപരിതലത്തിൽ നിന്നിരുന്ന മാഫിയ തലവൻ ഇതെല്ലാം ശ്രദ്ധിക്കുകയും അവരെ നഷ്ടപ്പെടാതിരിക്കാൻ യാച്ചിന്റെ ദിശ മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവരെ എത്രയും കാലം തടവിലാക്കാൻ കഴിയുമോ അത്രയും കാലം പിടിച്ചു നിർത്താനാണ് സംഘം ശ്രമിക്കുന്നതെന്ന് ജാക്ക് തിരിച്ചറിഞ്ഞു. പെട്ടെന്നൊരു ബുദ്ധി തോന്നിയ ജാക്ക് തങ്ങളെ വലിച്ചിഴയ്ക്കുന്ന കയറിൽ പിടിച്ച് അന്നയെ വെള്ളത്തിനടിയിലേക്ക് ആഴത്തിൽ കൊണ്ടുപോയി. വലിയൊരു പാറക്കൂട്ടം കണ്ടപ്പോൾ വളരെ ശ്രദ്ധയോടെ അവൻ കയർ ആ പാറയിൽ ചുറ്റിക്കെട്ടി. വെള്ളത്തിനു മുകളിൽ യാച്ച് അതിന്റെ വേഗത കൂട്ടിക്കൊണ്ടിരുന്നു. ജാക്കിന്റെ പദ്ധതിയെക്കുറിച്ച് അറിയാത്ത സംഘം ബോട്ടിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഫലമായി ഉണ്ടായ അമിതമായ വലിച്ചിലിൽ കയർ പാറയിൽ നിന്ന് വിട്ടുപോന്നു. പെട്ടെന്നുണ്ടായ ഈ കുലുക്കം ബോട്ടിലുള്ളവരെ ഞെട്ടിക്കുകയും ഒരു സംഘാംഗം ബാലൻസ് തെറ്റി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. വീഴ്ചയിലെ ശബ്ദം ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന സ്രാവുകളെ ആകർഷിക്കുകയും ബോട്ടിലുള്ളവർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് മാഫിയ തലവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും അവരെ പിടികൂടാനുറപ്പിച്ച മാഫിയ തലവൻ ആ ഭാഗം മുഴുവൻ തിരയാൻ യാച്ചിനോട് നിർദ്ദേശിച്ചു. പ്രവർത്തിക്കാൻ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജാക്ക് അന്നയുടെ കൈകളിലെ കെട്ടഴിക്കുകയും അവളെ കൂടുതൽ ആഴമുള്ള വെള്ളത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവർ താഴെ ഒളിച്ചിരിക്കുമ്പോൾ യാച്ച് അവരുടെ മുകളിലൂടെ കടന്നുപോയി. സമുദ്രത്തിന്റെ അടിത്തട്ട് പരിശോധിക്കുന്നതിനിടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു എമർജൻസി ഓക്സിജൻ ടാങ്ക് അവർക്ക് ലഭിച്ചു. അത് ശ്രദ്ധാപൂർവം ഉപയോഗിച്ച് അവർ വെള്ളത്തിനടിയിൽ തന്നെ ഒളിച്ചിരുന്നു. മണിക്കൂറുകളോളം മാഫിയ തലവനും സംഘവും തിരച്ചിൽ തുടർന്നെങ്കിലും ജാക്കിനെയോ അന്നയെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ രക്ഷപ്പെട്ടുവെന്നുറപ്പിച്ച നിരാശനായ മാഫിയ തലവൻ തിരച്ചിൽ നിർത്തി അവിടുന്ന് മടങ്ങി. ജാക്കിന്റെ ബുദ്ധിപരമായ നീക്കവും അവരുടെ ടീം വർക്കും ഒപ്പം വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ച ആ ഭാഗ്യവും കാരണം ജാക്കും അന്നയും ആ വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു.